ഹലോ. നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് കാമിക്കുച്ചിയാണ്. നമ്മൾ ഇപ്പം മഴ ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ നമ്മൾ കാമിക്കുച്ചി പോയി നോക്കാൻ പോവാണ് നമുക്ക് അവിടെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ മധുരം സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തെ ജേർണി തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, എങ്കിലും ഒരു മധുരം. നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. മിസ്റ്റർ പൊന്നിക്കരയായിട്ട് എൻ്റെ മോൻ ഇവിടെ നിൽക്കുന്നത്. അവൻ കുറേ പ്രാവശ്യം കാറിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വോമിറ്റ് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇത് ഡേ 2 ഓഫ് കാമിക്കൊച്ചിയാണ്. ഞങ്ങൾ ഇന്നലെ വന്നു, പക്ഷെ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ വെച്ച കാല് പിന്നോട്ടെടുത്ത് തിരിച്ച് കാറി കയറി ഞങ്ങളുടെ റൂമിൽ പോയി. ഇന്ന് വീണ്ടും നമ്മൾ എന്തായാലും മുന്നോട്ട് കാല് വെച്ചില്ലേ, അപ്പം മുന്നോട്ട് തന്നെ പോകുമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ കരുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇൻ കേസ് മഴ പെയ്താലും റെയിൻകോട്ട് ഇടും. അപ്പം ഇനി ഇവിടെ പോയിട്ട് ബസ് എടുക്കണം. നമ്മളുടെ വണ്ടി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിടില്ല. അപ്പം ഇവരുടെ ബസ് അല്ല ഇവരുടെ ടാക്സിയിൽ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പം ഇനി അരമണിക്കൂർ ആ റൈഡ് ഉണ്ട്. അപ്പോൾ ആദ്യം പോയിട്ട് ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോകും. വായോ, പോകാം. ഇതിലേ കയറാൻ പറ്റുമോ? അപ്പൊ അതാ നല്ലത്. ഇത് വളഞ്ഞു പോണം. കാമിക്കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ആക്ച്വലി 5 പോണ്ട് ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ തൈഷോ പോണ്ട് എന്ന് പറഞ്ഞ പോണ്ടിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. നമ്മൾ അതിന് ഇവിടുന്ന് ഈ ഒരു സവാന്തോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കാമിക്കൊച്ചി വരെ നമുക്ക് ബസ് അല്ലെങ്കിൽ കാർ എടുക്കാം. അപ്പോൾ ബസ്സിന് ഇപ്പോൾ 4 അഡൾട്ടും 1 ചൈൽഡിനും 11,400 നമുക്ക് ആയിരിക്കണത്. ഇത് ഇപ്പം 11:45 നമുക്കിനി ഇവിടുന്ന് അടുത്ത ബസ്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ആ കാമിക്കൊച്ചി തൈഷോ പോണ്ടിന്റെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇറങ്ങാം. എന്നിട്ട് അവിടുന്ന് നമ്മൾ നടന്നാണ് ഈ 5 പോണ്ടും കാണുന്നത്. അപ്പോൾ എത്ര പോണ്ട് നടക്കാൻ പറ്റും എന്നറിയില്ല, കാരണം പിള്ളേരെയൊക്കെ വെച്ചിട്ട് എത്ര നടക്കും എന്നറിയില്ല. നടക്കാൻ പറ്റുന്ന അത്രയും നടന്ന് നമ്മൾ ആ പോണ്ടും കാര്യങ്ങളൊക്കെ കാണും. ഇവിടെ ഈ വെച്ചിരിക്കുന്ന ഈ സ്റ്റഫ്ഡ് ആനിമൽസ് ഉണ്ടല്ലോ, ഇതിനെയൊക്കെ നമുക്ക് ഈ കാമിക്കൊച്ചി മൗണ്ടൻ ഏരിയയിൽ കാണാൻ പറ്റുന്ന സാധനങ്ങളാണ്. ജാപ്പനീസ് സെറോ, ജാപ്പനീസ് റെഡ് ഫോക്സ്, ബെയർ, ജാപ്പനീസ് മാർട്ടൻ, ഇതെന്താണ് ജാപ്പനീസ് സിക്ക, ഡിയർ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ അതായത് ഇപ്പോൾ ഹൈക്കിംഗ് ഒക്കെ പോകുന്നവർക്കായിരിക്കും മോസ്റ്റ്ലി ഇതിനെയൊക്കെ കാണാൻ പറ്റുന്നത്. കാരണം ഹൈക്കിംഗ് മൗണ്ടൻ ഉള്ളിലൂടെ, ആ ഫോറസ്റ്റിനുള്ളിലൂടെ ആണല്ലോ കയറി പോകുന്നത്. അപ്പോൾ അവർക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പോകുമ്പോഴും ഡിയറിനെയൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഈ ഏരിയയിലൂടെ ഒക്കെ കാറിലൊക്കെ നൈറ്റിൽ പോകുമ്പോൾ നമുക്ക് നൈറ്റിൽ റോഡ് സൈഡിൽ ഇതിനെയൊക്കെ കാണാൻ പറ്റാറുണ്ട് കേട്ടോ, ഡിയറിനെയൊക്കെ. ബെയറിനെ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇവര് നമ്മൾ നടന്നു പോകുമ്പം ബെയറിനെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നിങ്ങളപ്പം ബി കെയർഫുൾ എന്നുള്ള ഒരു കോഷൻ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പ് 1 നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടത്. കുറേ ഉണ്ട്, 2 ഒക്കെ അപ്പുറത്തുണ്ട്. അപ്പം 1 ബസ്സാണ് ഇനി 11:45 വരുന്നത് കേട്ടോ. ഇപ്പം 11:35 ആയി. ഇനി ഒരു 10 മിനിറ്റ് കൂടെ. അപ്പം നമ്മൾ 30 മിനിറ്റ് കൊണ്ട് കാമിക്കൊച്ചി എത്തും. ബാക്കി വീഡിയോസ് ഒക്കെ കാമിക്കൊച്ചിന്ന്. ഇവിടെ നമ്മൾ വരുന്ന വണ്ടിയിൽ ഇവര് അകത്തോട്ട് പോകാൻ സമ്മതിക്കാത്ത എന്താ വെച്ചാൽ, ഇതൊരു ഹെറിറ്റേജ് പ്ലേസ് ആയിട്ട് ഇവർ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടെ പൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഇവർ അലോ ചെയ്യില്ല. ഇവർ ആ നേച്ചറായിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ മാത്രം നമുക്ക് അവിടെ പോകാൻ പറ്റുന്നത്. നമ്മളുടെ ഇതിൽ ചിലപ്പോൾ പൊല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നു അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മളുടെ വണ്ടിയിൽ അവിടെ പോകുന്നത് പ്രൊമോട്ട് ചെയ്യാത്തത്. അപ്പൊ ഇവിടെ ഒരു വണ്ടിയും അങ്ങോട്ട് അവർ അലോ ചെയ്യില്ല, ഇവരുടെ വണ്ടി അല്ലാതെ. ഞങ്ങളിപ്പോൾ പോകുന്ന ഈ കാമിക്കുച്ചി എന്ന് പറയുന്ന സ്ഥലം നഗാനോ എന്ന് പറയുന്ന പ്രിഫെക്ചറിലുള്ളതാണ്. ഇത് ചൂബോ റീജിയനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നഗാനോയും കാമിക്കുച്ചിയൊക്കെ ടൂറിസ്റ്റിനെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാമിക്കുച്ചിയിലാണ് ജപ്പാൻ ആൽപ്സ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ എന്റെ വിചാരം ആൽപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗണ്ടന്റെ പേരാണെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, ആൽപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൗണ്ടൻസ് ഒന്നിച്ച് കിടക്കുന്നത്, അതിനെയാണ് ആൽപ്സ് എന്ന് പറയുന്നത്. ഇവിടെ കാമിക്കൊച്ചിനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ജാപ്പനീസ് ആൽപ്സിന്റെ നോർത്തേൺ സൈഡിലുള്ള ആൽപ്സുകളാണ്. ഈ നഗാനോ ഏരിയയിൽ ഒരുപാട് മൗണ്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ഡ്രൈവിംഗും നമ്മൾക്ക് ടണലിന്റെ ഉള്ളിലൂടെ ആയിരിക്കും പോകേണ്ടത്.
പണ്ട് കാലത്ത് ബുദ്ധമത വിശ്വാസികളായ സന്യാസികളൊക്കെ ഈ മൗണ്ടൻ ഒക്കെ കയറുകയും ഇവിടെ താമസിക്കുകയും ഇവിടെ ഇരുന്ന് ധ്യാനിക്കുകയും ഇവിടെ നിന്ന് മരുന്നുകളും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. പിന്നീട് 20th സെഞ്ചുറിയിൽ വാൾട്ടർ വെസ്റ്റൺ എന്നു പേരുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറി ജപ്പാനിലേക്ക് എത്തുകയും അദ്ദേഹം കൊബയിൽ ഒരു ചാപ്പലിൽ ക്രിസ്ത്യൻ മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് ഈ മൗണ്ടൻ കയറുന്നതും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും കൾച്ചറും ഇവിടുത്തെ കസ്റ്റം ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. വാൾട്ടർ വെസ്റ്റൺ ഈ മൗണ്ടൻ ഒക്കെ കയറുകയും 1896 മൗണ്ടനിയറിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ ഇൻ ദ ജാപ്പനീസ് ആൽപ്സ് എന്ന ബുക്ക് എഴുതുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ കാമിക്കൊച്ചി ഏരിയയിലൊക്കെ ഉള്ള മൗണ്ടൻസിൽ ഹൈക്കിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഹൈക്കിംഗ് ഒക്കെ ഒരു സ്പോർട്സ് ഇവന്റ് ആയി ഇവിടെ മാറി. ശരിക്കും ഒരു ബസ്സിന് കഷ്ടി പോകാനുള്ള വീതി മാത്രമേ ഈ റോഡിലുള്ളൂ. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഈ ബസ് എങ്ങാനും ഇതിലേക്ക് വീണു പോകുന്നുള്ള പേടിയായിരുന്നു മനസ്സിൽ. എവിടെയാ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ സ്റ്റോപ്പ് ഉണ്ട്. തൈഷോ പോണ്ടിലാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത്. അപ്പൊ നമ്മൾ ഈ മേളിലുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. ഇവിടെ എല്ലാ ബസ്സിലും ജപ്പാനിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ മേളിലെ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാം. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കാമിക്കൊച്ചി. പക്ഷെ നമ്മൾ തൈഷോ പോണ്ടിൽ ഇറങ്ങിയിട്ട് കാമിക്കൊച്ചി വരെ നടക്കാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാ സ്ഥലവും കാണാം, പോൺസും കാണാം, എൻജോയ് ചെയ്യുകയും ചെയ്യാം. ഇന്നലെ നമ്മൾ ആ മഴയത്ത് സത്യത്തിൽ വന്നിരുന്ന പെട്ടേനെ. ഈ കാണുന്ന റിവർ ഇല്ലേ, അതാണ് അസോസ റിവർ. ഈ മൗണ്ടൻസിൽ നിന്നൊക്കെ മഞ്ഞുരുക്കി വരുന്നതിന്റെ വെള്ളമാണ് ഇതിലെ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ. മഞ്ഞുരുക്കി വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ പീക്ക് സമ്മറിൽ പോലും ഈ വെള്ളം ഫ്രീസിങ് കോൾഡ് ആണ്. ഇവിടെയൊക്കെ സ്ഥലം ഉണ്ടോ? ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി, നമ്മൾ ഇറങ്ങാൻ പോകും. ആമി ഇങ്ങോട്ട് കിടന്നേ. നമ്മളെത്തി. വേറെ അമ്മച്ചിയാണെങ്കിലും സ്റ്റൈൽ ആയിട്ടില്ല. We can go. Amachu? ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ കുറെ കോഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഫ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചതുപ്പ് നിലങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ ഈ പ്രകൃതി കാണാൻ. ഈ മലയും പുഴയും ഈ വെള്ളത്തിന്റെ കളർ കണ്ടോ, ഒരു ഗ്രീനിഷ് ബ്ലൂ അങ്ങനത്തെ കളറാണ് ഈ വെള്ളത്തിന്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇപ്പൊ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയൊക്കെയാണ് കേട്ടോ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഈ മലയുടെ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ആൾതാമസം ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു 2-3 ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ 1-2 ദിവസം നിൽക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ ഒന്നും വീടുകളോ ആൾക്കാരോ ഒന്നുമില്ല. ഈ കാണുന്ന മലകളിൽ എപ്പോൾ വേണമെങ്കിലും അഗ്നിപർവ്വതം പൊട്ടാം എന്നുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ ആൾക്കാരെ ഒന്നും താമസിപ്പിക്കാത്തത്. എന്റെ ബാക്കിൽ കാണുന്നത് തൈഷോ പോണ്ടാണ്. ഇത് പണ്ട് പോണ്ടായിരുന്നില്ല, ഇത് അസ്വ ഗവ എന്ന് പറഞ്ഞ റിവർ ആയിരുന്നു. ഗവ എന്ന് വെച്ചാൽ റിവർ എന്നാണ് ജാപ്പനീസിൽ കേട്ടോ. ഇവിടെ ഇതെങ്ങനെ ഈ റിവർ പോണ്ടായി എന്നുള്ളത് ഈ ബാക്കിൽ കാണുന്നില്ലേ, ഇത് യക്കേതാക്കി എന്ന് പറഞ്ഞ ഒരു മൗണ്ടൻ ആണ്. ഈ മൗണ്ടൻ ജൂൺ 1915 ഇറപ്റ്റ് ആയി. അതായത് വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടാവില്ലേ, അങ്ങനെ വോൾക്കാനോ ഇറപ്റ്റ് ആയിട്ട് ആ വോൾക്കാനോയിൽ നിന്ന് ഒഴുകി വന്ന മഡും സാൻഡും റോക്കും അതെല്ലാം വന്ന് ഈ റിവറിൽ ഡിപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു റിവറായി ഒഴുകിക്കൊണ്ടിരുന്ന സാധനം 5 പോണ്ടായി മാറി. അങ്ങനെ ഇവിടെ ഇപ്പോൾ 5 പോണ്ട് ഉണ്ട്. ആ 5 പോണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഈ കാമിക്കൊച്ചിയിലോട്ട് വരുന്നത്. ഈ പോണ്ടൊക്കെ വളരെ ക്ലീൻ ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇതെടുത്ത് കുടിക്കാം, കാരണം മൗണ്ടനിൽ നിന്ന് ഒഴുകി വരുന്നതാണ് ഫസ്റ്റ് തിങ്. പിന്നെ ഇത് വളരെ ക്ലീൻ ആണ്. ഇവർ ഈ നേച്ചറായിട്ട് കീപ്പ് ചെയ്തിരിക്കുകയാണ്, പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. പക്ഷെ ഈ വെള്ളം തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര തണുത്ത വെള്ളം കേട്ടോ. അത് മേ ബി മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായോണ്ടായിരിക്കും, നല്ല തണുത്ത വെള്ളമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഈ പോണ്ടിന്റെ നടുക്കൊക്കെ കുറെ സാൻഡും പാർട്ടിക്കിൾസും ഒക്കെ കിടക്കുന്നത് കാണാൻ പറ്റില്ലേ, സാൻഡ് റോക്ക് അങ്ങനെയൊക്കെ.
അതൊക്കെ ഈ മൗണ്ടനിൽ നിന്ന് വോൾക്കാനോയുടെ സമയത്ത് വന്ന് അവിടെ അങ്ങനെ സെറ്റിലായ സാധനങ്ങളാണ്. ഇപ്പൊ ഈ റിവർ പണ്ട് ഇത് റിവർ ആയിരുന്ന സമയത്ത് ഇത് അത്യാവശ്യം ഡെപ്ത് ഉള്ള നല്ല വീതിയുള്ള അങ്ങനെ ഒരു റിവർ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ വന്ന് സെറ്റിൽ ചെയ്തിട്ട് ഇപ്പൊ ഇതിന് അത്ര ആഴമില്ല. നമുക്ക് ഇവിടെ എത്ര വേണേലും ഇറങ്ങി നിൽക്കാൻ പറ്റും, അത്ര ആഴം ഇപ്പൊ ഇതിനുള്ളൂ. പിന്നെ അവിടെ നിൽക്കുന്ന കുറെ ട്രീസ് ഒക്കെ കരിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ. അപ്പൊ ആ വോൾക്കാനോയിൽ നിന്ന് വന്ന സാധനങ്ങളൊക്കെ വീണിട്ടാണ് കുറെ ട്രീസ് ഒക്കെ അങ്ങനെ പോയത്. ഇതിന്റെയൊക്കെ ഏരിയയിൽ ഒരുപാട് ട്രീസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒത്തിരി നശിച്ചുപോയി. പക്ഷെ ഇപ്പൊ നിൽക്കുന്നത് ഇവര് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോഴും ഇതൊരു ആക്റ്റീവ് വോൾക്കാനോ ആണ്, അതായത് ഏത് നിമിഷം വേണേലും ഇവിടെ വോൾക്കാനോ ഇറപ്ഷൻ സംഭവിക്കാം. പിന്നെ ഇവിടുത്തെ പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർക്ക് അറിയാം എപ്പോഴായിരിക്കും ഇത് ഇറപ്റ്റ് ചെയ്യണേന്നൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ ടൂറിസ്റ്റും ആൾക്കാരും ഒക്കെ ഇത്രയും വരുന്നത്. ഈ മൗണ്ടനൊക്കെ ഹൈക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, വ്ളോഗേഴ്സിന് ഒത്തിരി പേര് ഹൈക്ക് ചെയ്ത് വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ മൗണ്ടൻ ഹൈക്കിങ്ങിനൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, പിള്ളേരൊക്കെ ആയിട്ട് ഇത് തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യുന്നവരുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഈ കാട്ടിലൂടെയൊക്കെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ ചെറിയ ഇങ്ങനത്തെ പാത്തുകളുണ്ട്. പക്ഷെ ഇന്നലെ ഇവിടെ കണ്ടിന്യൂസ് മഴയായിരുന്നതുകൊണ്ട് പോകുന്ന വഴിയിലൊക്കെ വെള്ളവും ചേറും അങ്ങനെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന റൂട്ടായിരുന്നില്ല എല്ലാം. ഞങ്ങളൊരു ആവേശത്തിന് ട്രക്കിങ് ചെയ്യാം, ഇതിലേക്ക് ഒന്ന് നടന്നു നോക്കാം, അപ്പോൾ ഫുൾ വ്യൂ ഒക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച് നടന്നെങ്കിലും പകുതിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും മടുത്തായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേരെയൊക്കെ ആയിട്ടല്ലേ നടക്കുന്നത്, അപ്പോൾ നമ്മൾ നന്നായിട്ട് ടയേർഡായി. പിന്നെ ഞാൻ കുറച്ച് ഉണ്ണിയപ്പവും അരിയുണ്ടയൊക്കെ കരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് അതൊക്കെ കഴിച്ചിട്ടാണ് ഈ യാത്ര തുടർന്നിരുന്നത്. നമ്മൾ നെക്സ്റ്റ് പോണ്ടിന്റെ ഏരിയയിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഈ മൗണ്ടന്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബെയർ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് മണി ബാഗിൽ ഇട്ടിട്ട് പോകണം എന്നാണ് ഇവർ പറയാറ്. കാരണം മണിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ബെയർ ഇതിൽ ആരോ വരുന്നുണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ അടുത്തോട്ട് വരില്ല എന്ന്. നമ്മുടെ കയ്യിൽ മണിയൊന്നും ഇല്ല, എന്താ വരുന്നതെന്ന് നോക്കാം. ബെയറിനെ കാണുമോന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് തശുരോ പോണ്ടിലേക്കാണ് കേട്ടോ. സെയിം അസ്വ റിവറിൽ നിന്നുണ്ടായ പോണ്ടുകളാണ് ഇതൊക്കെ. പക്ഷെ ഇത് മുമ്പത്തെ അവിടുത്തെ പോണ്ടിന്റെ കളർ നിങ്ങൾ കണ്ടില്ലേ, അതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള പോണ്ടും വെള്ളത്തിന്റെ കളറും ആ ടെക്സ്ചറും എല്ലാം വ്യത്യാസമുണ്ട്. നമ്മുടെ ബാക്കിൽ കാണുന്നത് മൗണ്ട് യാക്കേദാക്കയാണ് കേട്ടോ. മുമ്പേ നമ്മൾ അപ്പുറത്ത് വെച്ച് കാണിച്ചില്ല, സെയിം ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ വ്യൂ ഉണ്ട്. പിന്നെ ആ മൗണ്ടന്റെ അവിടെ ചില സ്ഥലങ്ങളിൽ മരമൊന്നും ഇല്ലാതെ കാണുന്നില്ല, അത് ആ വോൾക്കാനോ ഇറപ്ഷനിലെ ലാവ വന്നിട്ട് അവിടുത്തെ ആ മൗണ്ടനിലെ ട്രീസ് ഒക്കെ പോയിരിക്കുന്നതാണ്. ഇനി അവിടെ ട്രീസ് വേറെ വരില്ല കേട്ടോ. ഇപ്പൊ ഞാൻ നടന്നു വന്ന ഈ വുഡൻ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതെല്ലാവരോടും ഒന്നിച്ച് ക്രോസ് ചെയ്യാൻ പാടില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ഒരാളെ ആ ബ്രിഡ്ജ് അറ്റ് എ ടൈം ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. മേ ബി കുറെ പേര് ക്രോസ് ചെയ്താൽ അങ്ങോട്ട് വീഴാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. അതാണ് ആ സാധനം. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബേസിനെ കാണുന്നു. ഇവിടെ ലാസ്റ്റ് ആയിട്ട് ഇതിലെ പോകുന്ന ടൂറിസ്റ്റുകൾ ബേറിനെ കണ്ടിരിക്കുന്നത് 26 ജൂൺ 11:30 AM ഈ തൈശോ മാർഷിൽ വെച്ചിട്ടാണ് ഇവർ കണ്ടിരിക്കുന്നത്. ഡ്യൂറിങ് റെയിനി ഡേയ്സ് മോർണിംഗ് ഈവനിങ് ആണ്, ഇത് നൈറ്റ് ആണ് ഇതുങ്ങളെ കാണാൻ ചാൻസ് കൂടുതൽ. അപ്പൊ ഞങ്ങൾ ഇന്നലെ വരാതിരുന്നത് നന്നായി. ഇന്നലെ നല്ല മഴ ആയിരുന്നോണ്ട് ചിലപ്പം അല്ല, കാടെന്ന് പറയുമ്പോ എൻ്റെ ഒരു കോൺസെപ്റ്റിലേ നല്ല ഇരുണ്ട് ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ആ ചീവിടിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടെങ്കിലും ഇരുട്ടൊന്നുമില്ല, നമുക്ക് കണ്ണ് കാണാലോ. അപ്പൊ ശരിക്കും എല്ലാ കാടും അങ്ങനെയാണോ? ഓ, പക്ഷെ നമ്മൾ ഇവിടം വരെ വരുന്നതിന് മുമ്പ് ബേറിനെ കണ്ട നോ നമ്മൾ ബേറിനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ബെല്ലടിക്കണം. ഡോണ്ട് പുട്ട് ഇറ്റ് നൗ ബിക്കോസ് ദേ വിൽ തിങ്ക് ദാറ്റ് വി സോ ബെയർ. ബേറിനെ കണ്ട് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും രക്ഷിക്കാൻ ഓടി വരുമോ? ആര് വരും? അങ്ങനെ നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. ഇതാണ് തൈശോ മാർഷ്. മാർഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലകളുടെയൊക്കെ ഇടയിലുള്ള താഴ്ന്ന പ്രദേശം, അതായത് ചതുപ്പ് നിലമായിട്ട് കിടക്കുന്ന സ്ഥലത്തിനാണ് മാർഷ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ മാസം ബെയറിനെ കണ്ടിരുന്നുവെന്ന് മുമ്പേ കണ്ട നോട്ടീസിൽ എഴുതി വെച്ചിരുന്നത് കേട്ടോ. ഇപ്പൊ ഈ കാണുന്ന പോണ്ട് തശുരോ പോണ്ടാണ് കേട്ടോ. ഈ പോണ്ട് 5 മീറ്റർ ഡെപ്ത് ഉണ്ടായിരുന്ന പോണ്ടാണ്. പക്ഷെങ്കിൽ നമ്മുടെ വോൾക്കാനിക് ഇറപ്ഷനകത്ത് നിന്ന് വന്ന സെഡിമെന്റ്സും മണ്ണും സാധനങ്ങളും എല്ലാം പേടിച്ചു പോയി ഞാൻ ആക്ച്വലി. ഞാൻ പേടിച്ചു പോയി ശരിക്കും, എന്താ വന്നെന്ന് അറിഞ്ഞിട്ട്. അതുകൊണ്ടേ 5 മീറ്റർ താഴ്ച ഉണ്ടായിരുന്ന പോണ്ടായിരുന്നു, റിവർ ആയിരുന്നു ഇത്.
ഈ സെഡിമെന്റ്സും സാധനങ്ങളും ഒക്കെ വന്നിട്ടാണ് ഇപ്പൊ ഇതിങ്ങനെ ഇത്രയും ഉയരത്തിലായി നിൽക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട പോണ്ടില്ലേ, ആ പോണ്ടിന്റെ പേര് തൈഷോ പോണ്ട് എന്നാണ്. ആ പേര് വരാൻ കാരണം തൈഷോ പീരീഡിലായിരുന്നു അവിടെ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ച ആ പോണ്ട് ഉണ്ടായത്. ഈ പോണ്ടിന്റെ പേര് തഷിരോ പോണ്ട് എന്നാണ് കേട്ടോ. ഞങ്ങൾ ഈ പോണ്ടിന്റെ ഭാഗത്തേക്ക് നടക്കുന്ന സമയത്ത് എൻ്റെ മോൾ അവിടെ ഒരു വലിയ കറുത്ത സാധനത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം നടക്കുന്ന സമയം മുഴുവൻ നമ്മൾ ബേറിനെ കുറിച്ചും ബേറിന്റെ കഥകളും അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതുകൊണ്ടായിരിക്കും മോൾ അങ്ങനെ തള്ളുന്നതെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഉണ്ടടാ അതാ നിൽക്കുന്ന ഒരു ചെറിയ ബേർ. ഇതിന്റെ അമ്മയോ അച്ഛനോ ഒക്കെ ഇതിന്റെ തന്നെ പരിസരത്ത് കാണും. ഇവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ചെറിയ ബേറിനെ കണ്ടാലും നമ്മൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നിൽക്കരുത്, ഇതിന്റെ പേരൻസും ഇതിന്റെ അടുത്ത് കാണുമെന്ന്. ഞങ്ങൾ ശരിക്കും മോളെ എന്തൊരു തള്ളുന്നതെന്ന് വിചാരിച്ചിട്ട് വെറുതെ എവിടെയാ കണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ ആള് പോയിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളിത് വിശ്വസിച്ചില്ല. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഈ ബേറിനെ. ഞങ്ങൾ ഈ ബേറിനെ കണ്ട സ്ഥലത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം അവരുടെയൊക്കെ കൂടെ ഞങ്ങൾ നിന്നിട്ട് മുന്നോട്ട് പോകണോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കുറേ നേരം ആലോചിച്ച് നിന്നു. അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ മുന്നോട്ട് പോകുന്നവരുടെ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി. അവരുടെയൊക്കെ കയ്യിൽ മണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധൈര്യത്തിൽ ഞങ്ങളും മുന്നോട്ട് പോയി. ദൈവമേ ബേറ് ഇത്രയും നേരം ഞങ്ങൾ കാട്ടിലൂടെ വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വന്നിരുന്ന ആൾക്കാരാണ് കേട്ടോ. ബേറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾക്ക് ആ ഒരു മൂഡൊക്കെ പോയിട്ട് എല്ലാവരും കുറച്ച് സംസാരമൊക്കെ നിർത്തി സൈലൻ്റ് ആയിട്ട് നടക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, അപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ആരുടെയും കൂടെ കൊച്ചു പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വലിയ ആൾക്കാരായിരുന്നു. ഞങ്ങൾ ഈ ചെറിയ പിള്ളേരെയൊക്കെ പൊക്കി എന്ത് റിസ്ക് എടുത്താണ് ഇതിൽ നടന്നതെന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. ആക്ച്വലി നമ്മൾ കുറേ വ്ളോഗ്സും ട്രക്കിംഗ് വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിനകത്തൊന്നും ഇങ്ങനെ പിള്ളേർ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞിരുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് ബോധം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജപ്പാനിലുള്ള ആരെങ്കിലും ഈ കാമിക്കൊച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പിള്ളേരെയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഈ ട്രക്കിങ് ചെയ്യാതെ നേരെ കാമിക്കൊച്ചിയിലുള്ള കപ്പബാഷി ബ്രിഡ്ജിൻ്റെ അവിടെ വന്ന് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു പോരുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. ആക്ച്വലി ഇവരുടെ സൈറ്റിലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ നേരത്തെ കുറേ ബോട്ട്സ് കണ്ടില്ലേ, ബെയർ ഉണ്ടാവും, ചിലപ്പോൾ ചെളി ഉണ്ടാവും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ സൈറ്റിലും ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പെട്ടെന്ന് നമ്മുടെ കോസ്റ്റ്യൂം ചേഞ്ച് ആയിട്ടോ, കാരണം പെട്ടെന്ന് മഴ പെയ്തു. ഈ ഏരിയയിൽ നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും കരുതണം. മൗണ്ടനും പിന്നെ ഇത് നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഏരിയ കൂടെ ഒക്കെ അല്ലേ പോകുന്നത്, അപ്പോൾ എപ്പോൾ വേണേലും മഴയൊക്കെ പെയ്യാം. സോ നമ്മൾ ബാഗിൽ എല്ലാവർക്കും റെയിൻകോട്ട് കരുതിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ബേറിനെ കണ്ടപ്പോൾ പേടിയുണ്ടായിരുന്നെങ്കിലും അതിൽ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. തിരിച്ച് കാമിക്കൊച്ചിയിൽ നിന്ന് ടോക്കിയോയിലോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോഴാണ് കാമിക്കൊച്ചിയിൽ ഒരുപാട് ബെയർ അറ്റാക്സും അതിൻ്റെ ഇൻസിഡൻസും ഒക്കെ ഞങ്ങൾ വായിച്ചത്. അത് ശരിക്കും വായിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കിളി പോയി. എന്തായാലും തിരിച്ച് ഞങ്ങൾ സേഫായിട്ട് നമ്മുടെ ബസ്സിൽ കയറി ഇനി തിരിച്ച് നമ്മുടെ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക്. No contact. The bus will pass the stop. അങ്ങനെ ഞങ്ങൾ കാമിക്കൊച്ചിയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഇവിടെ എത്തി കേട്ടോ. നമ്മുടെ കാർ പാർക്കിങ്ങിൽ എത്തി. നമ്മൾ കാമിക്കൊച്ചിയുടെ നേച്ചറും അവിടുത്തെ ആ ഫോറസ്റ്റ് ഏരിയയും കൂടാതെ ബെയറിനെയും കാണാനായിട്ട് പറ്റി. അതൊരു കബ്ബായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കബ്ബിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് മദറും കാണാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫോറസ്റ്റിൽ കൂടെ പോയി ബെയറിനെ ഒക്കെ കണ്ട ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടി. ഇനി തിരിച്ച് നമ്മൾ ടോക്കിയോയിലോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഒരു 5-6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 7 hours എന്നാണ് ഗൂഗിളിലും കാണിക്കുന്നത്, പക്ഷെ ഒരു 5-6 മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും നന്നായിട്ട് മഴയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കപ്പബാഷിയുടെ അവിടെ ഒന്നും നമുക്ക് ഫോട്ടോസ് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല.
നമുക്ക് എന്താ എൻജോയ്മെന്റ് ആ ലാസ്റ്റ് മഴയൊക്കെ ആയപ്പോഴത്തേനും ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ സൈഡിലൊക്കെ മീൻസ് ഈ മൗണ്ടനും ഇങ്ങനെ ഫോറസ്റ്റ് ഒക്കെ ആണല്ലോ, അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ വരും എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലെയുള്ള ജപ്പാൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇൻ കേസ് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമന്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോസ് ഇടാനായിട്ട് ഞങ്ങളുടെ പ്രചോദനം. അപ്പോൾ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.